അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ബഹുമാന്യ ശ്രോതാക്കളെ, ഏറ്റവും മഹത്വമേറിയ പരിശുദ്ധ ദിനരാത്രങ്ങളിലൂടെയാണല്ലോ നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല നമ്മിൽ നിന്നെല്ലാം എല്ലാ നന്മകളും സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. ഏത് അമലും സ്വീകാര്യയോഗ്യമായി മാറണമെങ്കിൽ അവൻ്റെ വിശ്വാസം ശരിയായിരിക്കണം, അഥവാ തൗഹീദ് ഉണ്ടാകണം. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ദിക്റുകൾ, ദുആകൾ, സ്വലാത്തുകൾ, ഖുർആൻ പാരായണം, ദാനധർമ്മങ്ങൾ തുടങ്ങി നന്മകളായി പഠിപ്പിക്കപ്പെട്ട ഏതും സ്വീകരിക്കപ്പെടാനുള്ള ഒന്നാമത്തെ നിബന്ധന തൗഹീദ് ഉണ്ടാവുക എന്നതാണ്. അതില്ലെങ്കിൽ സ്വീകാര്യമല്ല. കാരണം അടിത്തറ തൗഹീദാണ്. തൗഹീദ് പൊളിഞ്ഞാൽ, അടിത്തറ തകർന്നാൽ അതിന് മീതെ ഉള്ള ഒന്നും നിലനിൽക്കുകയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണല്ലോ. യഥാർത്ഥത്തിൽ എന്താണ് തൗഹീദ്? ഒരു അറബി പദമാണ് തൗഹീദ് എന്നുള്ളത്. ഏകനാക്കുക അല്ലെങ്കിൽ ഒന്നാക്കുക എന്നാണ് തൗഹീദ് എന്ന പദത്തിൻ്റെ അർത്ഥം. വാഹിദ് എന്ന് പറഞ്ഞാൽ ഒന്ന് എന്നാണ്. വഹദ ഒന്നാക്കി, ഏകീകരിച്ചു. തൗഹീദ് എന്നാൽ ഒന്നാക്കുക, ഏകീകരിക്കുക എന്നാണ് ഭാഷാർത്ഥം. അഥവാ പടച്ച റബ്ബിനു മാത്രം അവകാശപ്പെട്ടത് മുഴുവനും അവന് മാത്രമാക്കി മാറ്റുക. പടച്ച റബ്ബിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് മുഴുവനും അവനിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കുക. അതാണ് തൗഹീദിൻ്റെ ആശയം. അല്ലാഹു തആലയുടെ എല്ലാം അത് അവന് മാത്രം. അവൻ്റെ നാമങ്ങൾ, വിശേഷണങ്ങൾ, പ്രവൃത്തികൾ, അവൻ്റെ സത്ത, ആരാധന എല്ലാം പടച്ച റബ്ബിനു മാത്രം അവകാശപ്പെട്ടതാണ്. അതിൽ ഒന്നിലും ഒരാൾക്കും പങ്കില്ല. അങ്ങനെ പങ്ക് ചേർക്കുന്നതിനാണ് തൗഹീദിന് വിപരീതമായ ശിർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തആലയ്ക്ക് ധാരാളം നാമങ്ങളുണ്ട്. നമ്മെ പഠിപ്പിച്ചതുണ്ട്. നമുക്കല്ലാതെ മറ്റു ചില അമ്പിയാക്കൾക്ക് മാത്രം പഠിപ്പിച്ചു കൊടുത്തതുണ്ട്. അള്ളാഹു ഇഷ്ടപ്പെട്ട ചില അടിമകൾക്ക് മാത്രം പഠിപ്പിച്ചു കൊടുത്തതുണ്ട്. ഒരാളെയും അറിയിക്കാതെ അള്ളാഹുവിന് മാത്രം അറിയുന്ന റബ്ബിൻ്റെ നാമങ്ങളുണ്ട് എന്നൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. ഈ മുഴുവൻ നാമങ്ങളിലും അവൻ ഏകനാണ്. അവൻ്റെ വിശേഷണങ്ങളിൽ അവൻ ഏകനാണ്. അതാണ് തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത് എന്ന് പറയുന്നത്. ഉദാഹരണമായി സമീഅ്, ബസീർ, അലീം, ഖദീർ, റഊഫ്, വദൂദ്, റഹീം, റഹ്മാൻ, റസാഖ്, ലത്തീഫ്, ഹക്കീം, ഖബീർ തുടങ്ങിയ ധാരാളം നാമങ്ങൾ അല്ലാഹു തആലക്കുണ്ട്. ഈ നാമങ്ങളിൽ മുഴുവനും അല്ലാഹു തആല ഏകനാണ്. അതാണ് വാഹിദുൻ ഫി അസ്മാഇഹി വസിഫാത്തിഹി. അവൻ്റെ നാമങ്ങളിൽ, വിശേഷണങ്ങളിൽ അവൻ ഏകനാണ്. അഥവാ വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അവിടെ തുല്യനായി ആരും തന്നെ ഇല്ല. ഖുൽ ഹുവല്ലാഹു അഹദ് പറയുക, അല്ലാഹു അഹദാണ്, ഏകനാണ്. ആ ഏകത്വം അംഗീകരിച്ചു കൊടുക്കുക, അത് വിശ്വസിക്കുക, ബോധ്യപ്പെടുക, അതാണ് തൗഹീദ്. അപ്പോൾ അല്ലാഹു തആല സമീ ആണ്, കേൾക്കുന്നവനാണ്. ആ നാമത്തിൽ അല്ലാഹു ഏകനാണ്. അവനെപ്പോലെ സമീ ആയ ആരുമില്ല. അവൻ ബസീറാണ്, എല്ലാം കാണുന്നവനാണ്. ആ അർത്ഥത്തിൽ ബസീർ എന്നത് മറ്റാരുമില്ല. കാരണം വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹു തആല കഴിവുള്ളവനാണ്, ഖദീറാണ്, ഖാദിറാണ്, ഖുദ്റത്തുടയവനാണ്. അവൻ്റെ വിശേഷണമാണ് ഖുദ്റത്ത്, കഴിവ്. അവൻ്റെ നാമമാണ് കഴിവുള്ളവൻ. അവൻ്റെ വിശേഷണമാണ് കേൾവി, നാമമാണ് കേൾക്കുന്നവൻ. അവൻ്റെ വിശേഷണമാണ് കാഴ്ച, നാമമാണ് കാണുന്നവൻ. വിശേഷണമാണ് അറിവ്, ഇൽമ്, നാമമാണ് അലീം, അറിവുള്ളവൻ. ഇങ്ങനെ നാമങ്ങളിൽ, വിശേഷണങ്ങളിൽ അല്ലാഹു തആല ഏകനാണ്. അവൻ തുല്യമായി ആരും തന്നെ ഇല്ല. അല്ലാഹു കാണും പോലെ കാണുന്നവനില്ല, അവൻ കേൾക്കും പോലെ കേൾക്കുന്നവനില്ല, അറിയും പോലെ അറിയുന്നവനില്ല, അവൻ പ്രവർത്തിക്കും പോലെ പ്രവർത്തിക്കുന്നവനില്ല എന്നതാണ് അസ്മാഉ സിഫാത്ത് തൗഹീദ് കൊണ്ട് അർത്ഥമാക്കുന്നത്. മറ്റൊന്ന് റുബൂബിയ്യത്തിലെ തൗഹീദാണ്. അല്ലാഹു തആല റബ്ബാണ്. അവൻ്റെ നാമമാണ് റബ്ബ്, വിശേഷണമാണ് റുബൂബിയ്യത്ത്. അഥവാ എല്ലാത്തിനെയും സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവനാണ് അല്ലാഹു തആല. അതാണ് റുബൂബിയ്യത്ത്, രക്ഷാകർതൃത്വം എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. അതിൽ അവൻ ഏകനാണ്. അതുകൊണ്ട് അള്ളാഹിനെപ്പോലെ റബ്ബായവൻ ഒരാളുമില്ല. റബ്ബ് എന്നുള്ളത് അവന് മാത്രം അവകാശപ്പെട്ട നാമമാണ്. റുബൂബിയ്യത്ത് എന്നത് അവന് മാത്രം അവകാശപ്പെട്ട വിശേഷണമാണ്. അതിനാൽ ഒരാൾ സൃഷ്ടിക്കും എന്ന് വിശ്വസിച്ചാൽ തന്നെ റബ്ബിൽ പങ്കുചേർക്കലായി മാറി. അല്ലാഹു അല്ലാത്ത സൃഷ്ടാവുണ്ട് എന്ന് വിശ്വസിച്ചാൽ അവന് പങ്കുചേർക്കലായി മാറി. അല്ലാഹു അല്ലാത്ത അന്നദാതാവുണ്ട്, നിയന്താവുണ്ട് എന്ന് വിശ്വസിച്ചാൽ
പങ്കുചേർക്കലായി മാറി. അല്ല റബ്ബാണ്, അഥവാ ഖാലിഖാണ്, മുദബ്ബിറാണ്. ഖാലിഖ് സൃഷ്ടാവ്, റബ്ബിൻ്റെ അനിവാര്യമായ ഗുണമാണ് ഖാലിഖാവുക എന്നത്. മുദബ്ബിർ എല്ലാം നിയന്ത്രിക്കുന്നവൻ, അത് റബ്ബിൻ്റെ അനിവാര്യമായ ഒരു സിഫത്താണ്, വിശേഷണമാണ്. അള്ളാഹു തആലയാണ് മുദബ്ബിർ, അവനാണ് ഖാലിഖ്. അതിലൊന്നും അള്ളാഹ്ക്ക് തുല്യമായി ആരും തന്നെ ഇല്ല. അതുകൊണ്ട് അള്ളാഹു അല്ലാത്ത ഒരു സൃഷ്ടാവിനെ ഒരാൾ വിശ്വസിക്കുന്നുവെങ്കിൽ അതിലവൻ പങ്കു ചേർത്തു, ശിർക്ക് ചെയ്തു. അള്ളാഹു അല്ലാത്തൊരു മുദബ്ബിറിനെ, നിയന്താവിനെ ഒരാൾ അംഗീകരിക്കുന്നുവെങ്കിൽ അതിൽ അവൻ പങ്കു ചേർത്തു, ശിർക്ക് ചെയ്തു. അതിൽ അള്ളാഹ് ഏകനാണ്. തൗഹീദും ഫി റുബൂബിയ്യത്തിഹി, അവൻ റുബൂബിയ്യത്തിൽ ഉള്ള ഏകത്വം. ഈ രണ്ട് വശങ്ങൾ പൊതുവെ എല്ലാ മനുഷ്യരും എന്ന് പറയാം അംഗീകരിച്ചു പോകുന്നതാണ്. മറ്റു സൃഷ്ടാവുണ്ടെന്ന് പറയുന്നവർ ലോകത്ത് വളരെ തുച്ഛമേയുള്ളൂ. അള്ളാഹുവിൻ്റെ സൃഷ്ടികർത്തത്തെ നിഷേധിക്കുന്നവരോ അതിൽ പങ്കുചേർക്കുന്നവരോ വളരെ കുറച്ചേയുള്ളൂ. ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് അള്ളാഹിക്ക് പുറമെ മറ്റു പലരുമാണ് എന്ന് പറയുന്നവർ വളരെ കുറച്ചേയുള്ളൂ. ലോകത്തെ മക്കയിലെ മുശ്രിക്കുകൾ പോലും ഇത് അംഗീകരിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ ധാരാളം സ്ഥലത്ത് പഠിപ്പിച്ചു. ആരാണ് റബ്ബുസ്സമാവാത്തി വൽ അർദ്, ആകാശഭൂമി റബ്ബാരെന്ന് ചോദിച്ചാൽ അള്ളയാണെന്ന് പറയും. ആരാണ് ഖാലിഖ്, സൃഷ്ടിച്ചവനാണെന്ന് ചോദിച്ചാൽ അള്ളയാണെന്ന് പറയും. മുദബ്ബിർ, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് ആരാണെന്ന് ചോദിച്ചാൽ അള്ളയാണെന്ന് പറയും എന്ന് വിശുദ്ധ ഖുർആൻ എത്ര സ്ഥലത്താണ് വിവരിച്ചത്. ഫിർഔന് പോലും അത് ബോധ്യമുണ്ടായിരുന്നുവെന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പറഞ്ഞു. വജഹദൂ ബിഹാ വസ്തൈഖനത്ഹാ അൻഫുസുഹും, അവർ നിഷേധിച്ചു, പക്ഷേ അവരുടെ മനസ്സിൽ അവർക്കത് ബോധ്യമുണ്ടായിരുന്നു എന്ന് അല്ലാഹു തആല തന്നെ വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നുണ്ട്. നബിതങ്ങളുടെ പിതാവിൻ്റെ പേര് അബ്ദുള്ള എന്നാണല്ലോ, അള്ളാഹുവിൻ്റെ അടിമ എന്നാണ് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ഉടമയാവാൻ അർഹതയുള്ളവൻ അള്ളാഹുവാണ് എന്നും നമ്മൾക്ക് അവൻ്റെ അടിമയാണ് എന്നും മക്കയിലെ അറബികൾക്ക് അന്നേ ബോധ്യമുണ്ടായിരുന്നു എന്നർത്ഥം. നബിയുടെ പിതാവിന് അബ്ദുള്ള എന്ന പേര് നബിതങ്ങൾ ഇട്ടതല്ലല്ലോ ഏതായിരുന്നാലും, അത് നബിതങ്ങളുടെ പിതാമഹനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിശ്ചയിച്ച പേരായിരിക്കണം. അപ്പോൾ അന്ന് ആ പേരുണ്ട് എന്നർത്ഥം. അപ്പോൾ റുബൂബിയ്യത്തിലെ ഏകത്വം തൗഹീദിൻ്റെ ഭാഗമാണ്. മൂന്നാമതൊരു ഇനം, ഏറ്റവും മർമ്മപ്രധാനമായ ഇനം തൗഹീദുൽ ഉലൂഹിയ്യ, ഉലൂഹിയ്യത്തിലെ ഏകത്വമാണ്. ഇലാഹാവുക എന്ന വിഷയത്തിലുള്ള ഏകത്വം. അള്ളാഹു ഇലാഹാണ്, അവൻ മാത്രമാണ് ഇലാഹ്. എല്ലാ ആരാധനകളും അവന് മാത്രമായിരിക്കണം. അതാണ് ഉലൂഹിയ്യത്തിലെ ഏകത്വം എന്ന് പറയുന്നത്. അല്ലാതെ അള്ളാഹുലത് ഇലാഹില്ല എന്ന് വിശ്വസിച്ചാൽ മാത്രം ഉലൂഹിയ്യത്തെ തൗഹീദാകുന്നില്ല. ഇലാഹിന് നൽകേണ്ട വല്ലതും ഇലാഹല്ലാത്തവർക്ക് നൽകുന്നുവെങ്കിൽ അത് തൗഹീദിലെ പോരായ്മയാണ്, ശിർക്കാണ്. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട എല്ലാ ഇബാദത്തുകളും അവന് മാത്രമായിരിക്കണം. ആ ഇബാദത്തിൽ ഏതെങ്കിലും ഒന്ന് അള്ളാഹു അല്ലാത്ത വല്ലവർക്കും വല്ലതും നൽകുന്നുവെങ്കിൽ അത് ഇലാഹിയത്തിലെ, ഉലൂഹിയത്തിലെ, ഇബാദത്തിലെ പങ്കു ചേർക്കലാണ്, ശിർക്കാണ് എന്നർത്ഥം. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രാർത്ഥന. പ്രാർത്ഥന മുഖ്യമായ ആരാധനയാണ്. അദ്ദുആഉ ഹുവൽ ഇബാദ എന്നാണല്ലോ. പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. എല്ലാ ആരാധനയിലും ഒരു പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥന ഇല്ലാത്ത ഒന്നും ആരാധനാവുകയില്ല. അതുകൊണ്ട് പ്രാർത്ഥന അള്ളാഹു അല്ലാത്തവരിലേക്ക് പോകുന്നുവെങ്കിൽ അത് റബ്ബിൽ ഉലൂഹിയത്തിൽ പങ്കുചേർക്കലായി മാറുന്നു. സഹായാർത്ഥനകൾ, ഇസ്തിഗാസകൾ, ഇസ്തിആനകൾ, ശരണനേട്ടങ്ങൾ, ഇസ്തിആദത്തുകൾ, ഇതൊക്കെ അള്ളാഹുവിനോട് മാത്രം അർപ്പിക്കപ്പെടേണ്ടതാണ്. അത് അള്ളാഹു അല്ലാത്തതിലേക്ക് പോകുമ്പോൾ റബ്ബിൽ പങ്കുചേർക്കലായി മാറി. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഫാത്തിഹയിൽ ധാരാളമായി നമ്മളൊക്കെ ഓതുന്ന വചനമാണല്ലോ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അള്ളാഹു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായത്തിനായി അർത്ഥിക്കുന്നുവെന്നാണ്. വ ഇയ്യാക നസ്തഈൻ, ഇസ്തിആനത്ത് റബ്ബേ, നിന്നോട് മാത്രം. ഇബാദത്താകുന്ന, ആരാധനയാകുന്ന സഹായാർത്ഥനകൾ പടച്ച റബ്ബിനോട് മാത്രമേ പാടുള്ളൂ എന്നർത്ഥം. പരസ്പരം മനുഷ്യന്മാർ തമ്മിൽ ചോദിക്കാൻ അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അനുവദിക്കാം. അത് ഇബാദത്തായ സഹായാർത്ഥനയല്ല. ഒരു 10 രൂപ കടം ചോദിക്കുന്നു, ഒരു പേന തൽക്കാലം വായ്പ ചോദിക്കുന്നു, അപ്പുറത്തെ വീട്ടിൽ പോയി എന്തെങ്കിലും വസ്തുക്കൾ തൽക്കാലം കടമായി ആവശ്യപ്പെടുന്നു, ഇതൊന്നും ഇബാദത്താകുന്നതല്ല. അതിനപ്പുറത്ത് അഭൗതികമായ മാർഗത്തിൽ, അദൃശ്യമായ മാർഗത്തിൽ, വ്യവസ്ഥകൾക്കതീതമായി, കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായി തേടപ്പെടുന്ന തേട്ടങ്ങൾക്കാണ് ഇബാദത്ത്, ദുആ എന്നൊക്കെ ഇസ്ലാമിൻ്റെ സാങ്കേതിക ഭാഷയിൽ വിളിക്കുന്നത്. അത്തരം തേട്ടങ്ങൾ പടച്ച റബ്ബിനോട് മാത്രമേ ആകാവൂ. അതൊരു പടപ്പിലേക്ക് പോകുമ്പോൾ അവിടെ ഇബാദത്തിൽ, ഉലൂഹിയത്തിൽ ആ പടപ്പിനെ അള്ളാഹുവിനോടവൻ തുല്യമാക്കി എന്നർത്ഥം. അതേപോലെ നേർച്ച, സത്യം ചെയ്യൽ, സുജൂദ്, റുക്കൂഅ്, തവാഫ്, നിസ്കാരം, നോമ്പ് തുടങ്ങിയ ഏത് ഇബാദത്തും പടച്ച റബ്ബിന് മാത്രമേ ആകാവൂ. അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി നേർച്ച നേരുന്നുവെങ്കിൽ ഈ ഇബാദത്തിൽ, ഉലൂഹിയത്തിൽ അവൻ പങ്കു ചേർക്കുകയാണ് ചെയ്യുന്നത്. അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ബലി അർപ്പിക്കുന്നുവെങ്കിൽ
അള്ളാഹുവിൽ പങ്കുചേർക്കലാണ് സംഭവിക്കുന്നത്. ബലി ഇബാദത്താണ്. ആ ബലി ആകുന്ന ഇബാദത്ത് പടച്ച റബ്ബിന് മാത്രമേ സമർപ്പിക്കാവൂ. വിശുദ്ധ ഖുർആനിൽ ബലിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ ഫസ്വല്ലി ലി റബ്ബിക വൻഹർ, നിൻ്റെ റബ്ബിന് വേണ്ടി നീ നിസ്കരിക്കുക, അവന് വേണ്ടി തന്നെ നീ ബലിയർക്കുകയും ചെയ്യുക എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ, എൻ്റെ നിസ്കാരവും എൻ്റെ ബലികർമ്മങ്ങളും അല്ലാഹു തആലക്കാണ് എന്ന് പ്രഖ്യാപിക്കാൻ ഖുർആൻ നമ്മോട് ആവശ്യപ്പെടുന്നു. നബി തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത് കാണാം. ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാ, അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുത്തവനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു എന്നാണ് നബി തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസായി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നത് ഇമാം മുസ്ലിം സ്വഹീഹ് മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കാണാൻ കഴിയും. അതിൻ്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹ്ക്ക് വേണ്ടി അല്ലാത്ത ഒരു പടപ്പിന് വേണ്ടിയുള്ള അറവ്, അത് ഏത് പടപ്പാണെങ്കിലും അതെല്ലാം ഇതിൻ്റെ ഭാഗമാണ് എന്നാണ്. അത് കഅബയ്ക്ക് വേണ്ടി ഒരാൾ ബലിയർത്താലും, ഇനി അതല്ല പ്രവാചകന്മാർക്ക് വേണ്ടി ബലിയർത്താലും, മറ്റു മഹാന്മാർക്ക് വേണ്ടി ബലിയർത്താലും അതെല്ലാം ഈ ഹദീസിൻ്റെ അർത്ഥത്തിൽ പെടുമെന്നാണ് വ്യാഖ്യാതാക്കളെ പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാൻ സാധിക്കുന്നത്. സത്യം ചെയ്യൽ അള്ളാഹിൻ്റെ പേരിൽ മാത്രമേ പാടുള്ളൂ. നബി തങ്ങൾ പറഞ്ഞു, മൻ കാന ഹാലിഫൻ ഫല്യഹ്ലിഫ് ബില്ലാ, വല്ലവരും സത്യം ചെയ്യുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്യട്ടെ എന്നാണ്, അല്ലെങ്കിൽ മൗനം പാലിക്കട്ടെ. മൻ ഹാലഫ ബിഗൈരില്ലാ ഫഖദ് അശ്റക, വല്ലവനും അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്താൽ അവൻ ശിർക്കാണ് ചെയ്തത് എന്ന് നബി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ലാ തഹ്ലിഫു ബി ആബായിക്കും വലാ ബി ഉമ്മഹാത്തിക്കും, നിങ്ങളുടെ പിതാക്കളുടെ പേരിൽ നിങ്ങൾ സത്യം ചെയ്യരുത്, മാതാക്കളുടെ പേരിലും നിങ്ങൾ സത്യം ചെയ്യരുത് എന്ന് നബി തങ്ങൾ പഠിപ്പിച്ചത് കാണാൻ കഴിയും. കഅബയാണേ സത്യം എന്ന് പറയുമ്പോൾ പോലും തിരുത്തിക്കൊടുത്ത സംഭവങ്ങൾ ഹദീസിൽ കാണാം. ലാ വറബ്ബൽ കഅബ, കഅബയാണേ സത്യം എന്ന് പറയല്ല, കഅബയുടെ റബ്ബാണ് സത്യം എന്ന് നീ പറഞ്ഞോ എന്നാണ്. പള്ളിയാണേ സത്യം, ഉമ്മയാണേ സത്യം, വാപ്പയാണേ സത്യം, ഇതൊന്നും പറയാൻ പാടില്ല. നേരെ മറിച്ച് അതിന് റബ്ബാണ് സത്യമെന്ന് പറയാം, ഖുർആനാണ് സത്യമെന്ന് പറയാം. കാരണം ഖുർആൻ അള്ളാഹിൻ്റെ കലാമാണ്, അതുകൊണ്ട് അള്ളാഹിൻ്റെ സിഫത്താണ്. ആ സിഫത്ത് വെച്ച് സത്യം ചെയ്യുന്ന വിരോധമില്ല. എന്നാൽ മുസ്ഹഫാണ് സത്യം എന്ന് പറഞ്ഞുകൂടാ. മുസ്ഹഫ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പേജുകളും ചട്ടയും മഷയും എല്ലാം ഉള്ളതാണ്. അത് സൃഷ്ടിയാണ്, ആ സൃഷ്ടിയെ കൊണ്ട് സത്യം ചെയ്യാൻ പാടില്ല. എന്നാൽ ഖുർആൻ അള്ളാഹിൻ്റെ കലാമാണ്, ആ വചനങ്ങൾ കൊണ്ട് സത്യം ചെയ്യാം എന്നതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതാണെങ്കിലും ഏത് ഇബാദത്തും പടച്ച റബ്ബിന് മാത്രമായിരിക്കണം. വിശുദ്ധ ഖുർആനിൽ എത്ര സ്ഥലത്ത് അല്ലാഹു തആല ആവർത്തിച്ചു പറഞ്ഞത് അല്ലാഹു അല്ലാത്ത ആരോടും പ്രാർത്ഥിച്ചുകൂടാ, ദുആ ചെയ്തുകൂടാ എന്ന് എത്ര വചനങ്ങൾ അല്ലാഹു തആല പഠിപ്പിച്ചു. ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമിഉ മസ്തജാബു ലക്കും യൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും. സൂറത്ത് ഫാത്തിർ 35-ാം അധ്യായത്തിലെ 13-14 വചനങ്ങൾ വ്യക്തമായ ഈ വിഷയത്തിലുള്ള പ്രമാണമാണ്. സൂറത്ത് റഅദിൽ അല്ലാഹു തആല സമാനമായി പഠിപ്പിച്ചു. സൂറത്ത് ഹജ്ജിൽ ഉദാഹരണ സഹിതം അല്ലാഹു തആല വ്യക്തമാക്കി. സൂറത്ത് നംലിൽ പടച്ച റബ്ബ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ എണ്ണി പറഞ്ഞപ്പോഴൊക്കെയും അല്ലാഹു ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമുണ്ട്, അ ഇലാഹും മഅല്ലാഹ്, ഇതെല്ലാം ചെയ്യുന്നവൻ അള്ളാഹുവാണെന്നിരിക്കെ ആ അള്ളാഹിൻ്റെ കൂടെ മറ്റു ആരാധ്യരോ എന്ന് റബ്ബ് നമ്മോട് ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ ധാരാളം വചനങ്ങൾ വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ച നൂറുകണക്കായ പ്രാർത്ഥനകൾ എല്ലാം പരിശോധിച്ചാൽ അല്ലാഹുമ്മ റബ്ബന റബ്ബി എന്നല്ലാത്തൊരു പ്രാർത്ഥന കാണാനാവില്ല. അള്ളാഹുവേ, റബ്ബെ രക്ഷിതാവേ, എൻ്റെ രക്ഷിതാവേ, ഞങ്ങളുടെ രക്ഷിതാവേ എന്നൊക്കെയുള്ള വിളിയാണ്, അഭിസംബോധനയാണ് ആ പ്രാർത്ഥനയെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്നത്. ഹദീസിലേക്ക് പോയാൽ ആയിരക്കണക്കായ പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു പ്രാർത്ഥന പോലും അള്ളാഹുവോടല്ലാതെ കാണാൻ കഴിയില്ല. റബ്ബന എന്ന് വിളിച്ചുകൊണ്ട്, അല്ലാഹുമ്മ എന്ന് വിളിച്ചുകൊണ്ടല്ലാത്തൊരു പ്രാർത്ഥന ഒരു ഹദീസിലും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. രാവിലെ എണീക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെയുള്ള വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ നിർവഹിക്കാനായി പഠിപ്പിക്കപ്പെട്ട എത്രയോ ദുആകൾ നമുക്ക് ഹദീസിൽ കാണാം. അവിടെയൊന്നും ഇബ്രാഹിം നബിയെ എന്ന് വിളിച്ചുകൊണ്ടോ ഇസ്മായിൽ നബിയെ എന്ന് വിളിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രവാചകന്മാരെ വിളിച്ചുകൊണ്ടോ ഉള്ള ഒരു തേട്ടം പോലും ഹദീസുകളിൽ എവിടെയും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. സ്വഹാബത്തിൻ്റെ ദുആകൾ പലതും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാരുടെ പ്രാർത്ഥനകൾ ധാരാളമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇമാം ബുഖാരിയുടെ, ഇമാം മുസ്ലിമിൻ്റെ, ഇമാം ഷാഫിഈയുടെ, ഇമാം അഹ്മദിൻ്റെ, അങ്ങനെ തുടങ്ങി ധാരാളം പണ്ഡിതന്മാരുടെ പ്രാർത്ഥനകൾ നമുക്കിന്ന് ചരിത്രരേഖകളിൽ അവരുടെ ഗ്രന്ഥങ്ങളിൽ എല്ലാം ലഭ്യമാണ്. അതൊക്കെ പരിശോധിച്ചാൽ ഒന്നിന് പോലും അള്ളാഹുവോടല്ലാതെ ഒരു മഹാനെ വെച്ചുകൊണ്ട് അവരെ ഇടയാളിനാക്കിക്കൊണ്ട് ഹക്ക് ജാഹ് ബർക്കത്ത് പറഞ്ഞുകൊണ്ടുള്ള ഒരു തേട്ടം പോലും നമുക്കവിടെ കാണുക സാധ്യമല്ല. അതുകൊണ്ട് തന്നെ എല്ലാ ഇബാദത്തും പടച്ച റബ്ബിൻ്റെ മാത്രമാകണം. ചില പദങ്ങളിൽ പോലും ഒരു പക്ഷേ ഷിർക്കിൻ്റെ ആശയങ്ങൾ വന്നേക്കാം, ഉദ്ദേശമില്ല, വിശ്വാസമില്ല, എന്നാൽ ആ പദങ്ങൾ പോലും ഒഴിവാക്കാൻ
ഇസ്ലാം നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. ഉദാഹരണമായി നബിയുടെ മുമ്പിൽ വന്ന് ഒരാൾ പറയുന്നു, മാ ഷാ അല്ലാഹു വശിഅ്ത യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, അള്ളാഹുവും താങ്കളും ഉദ്ദേശിച്ചതാണ് സംഭവിക്കുക. നബി തങ്ങളുടെ ചോദ്യം കാണാം, അജഅൽതനി ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, നിന്നെ സൃഷ്ടിച്ച അള്ളാഹുവിനോട് നീ എന്നെ തുല്യമാക്കുകയാണോ എന്നാണ് നബി തങ്ങൾ തിരിച്ചവിടെ ചോദിക്കുന്നത്. അപ്പോൾ അതുപോലും പാടില്ല എന്നർത്ഥം. മഷീഅത്ത് എന്ന സിഫത്ത്, വിശേഷണത്തിൽ പങ്കുചേർക്കൽ ഈ പദത്തിൽ പെടുന്നു. ഒരു പക്ഷേ ആ പറഞ്ഞ സ്വഹാബിക്ക് ഏതായാലും അത്രയും വിശ്വാസം ഉണ്ടാവില്ലല്ലോ. എന്നാൽ പോലും ആ പദം പോലും ഒഴിവാക്കേണ്ടതാണ്, ശ്രദ്ധിക്കേണ്ടതാണ് എന്നർത്ഥം. നബിയും സ്വഹാബത്തും ഒന്നിച്ച് യാത്ര പോകുമ്പോൾ ഒരു പുണ്യവൃക്ഷമായി കണക്കാക്കപ്പെടുന്ന ഒരു മരം അവർ കാണുകയാണ്. അവരങ്ങനെ നടന്നു പോകുമ്പോൾ അടുത്ത ദിവസങ്ങളിലായി ഇസ്ലാം സ്വീകരിച്ച ആളുകളും നബിയുടെ കൂടെയുള്ള ആ സംഘത്തിലുണ്ട്. അതിൽപ്പെട്ട ഒരാളായിരുന്നു അബൂ വാഖിദുൽ ലൈസി റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നിട്ട് അധികമൊന്നുമായിട്ടില്ല. ആ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഈ മരം കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നി പഴയകാലത്ത് ഞങ്ങളൊക്കെ ഈ മരത്തിനടുത്ത് വന്നിട്ടുണ്ട്. അവിടെ ഞങ്ങൾ പല നന്മകൾക്ക് വേണ്ടി, നേട്ടങ്ങൾക്ക് വേണ്ടി, മുറാദ് ഹാസിലാകാൻ വേണ്ടി, നമ്മുടെ ഭാഷയിൽ പല ബറക്കത്തിന് വേണ്ടി ഞാൻ അവിടെ പലപ്പോഴും പോയിട്ടുണ്ട്. ഈ മരം കണ്ടപ്പോൾ എനിക്ക് ആ പഴയത് ഓർമ്മ വന്നു. ഞങ്ങൾ നബിയോട് പറഞ്ഞ നബിയെ, അവർക്കെല്ലാം ഒരു മരമുണ്ടല്ലോ, നമുക്കും അതുപോലെ ഒരു മരം നബിയെ നിങ്ങൾ നിശ്ചയിച്ചു തരണം എന്ന് പറയുമ്പോൾ നബി തങ്ങളുടെ ചോദ്യം കാണാം, ഇത് ഇലാഹിനെ വേണമെന്ന് ചോദിക്കും പോലെയാണ് എന്നാണ്. അത്ഭുതപ്പെട്ടുകൊണ്ട് സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് നബി തങ്ങൾ ഗൗരവമായി ചോദിക്കുന്നത്, എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? ഈ ഇലാഹിനെ വേണമെന്ന് ചോദിക്കും പോലെയാണിത് എന്നാണ് നബി തങ്ങൾ അവിടെ നൽകുന്ന പ്രതികരണം എന്ന് കാണാൻ കഴിയും. ചില മന്ത്രങ്ങളെപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഇന്ന റുഖ ഒറ്റമാഇമ ഒത്തിവലത്ത ഷിർക്കുൻ എന്നാണ്. മന്ത്രങ്ങൾ പലതും ഷിർക്കായതാണ്. അതേപോലെ ഏലസ്സുകൾ, തകിടുകൾ, രക്ഷാബന്ധനങ്ങൾ ഇവയൊക്കെ ഷിർക്കാണ് എന്ന് നബി തങ്ങൾ പഠിപ്പിക്കുന്നു. മൻ തഅല്ലഖ ശൈഅൻ വുകില ഇലൈഹി, ആരെങ്കിലും വല്ലതും കെട്ടിബന്ധിച്ചാൽ അവനെ അതിലേക്ക് ഏൽപ്പിക്കുമെന്ന് വരെ നബി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഏലസ് കെട്ടി നൂല് കെട്ടി വന്ന ആളുകൾക്കെതിരായി പ്രാർത്ഥിച്ച സ്വഹാബത്തിൻ്റെ രീതികൾ കാണാം. നിനക്ക് അല്ലാഹു രോഗം ശിഫയാക്കാതിരിക്കട്ടെ, നിന്റെ മുറാദ് അല്ലാഹു ഹാസിലാക്കി തരാതിരിക്കട്ടെ എന്നൊക്കെയുള്ള പ്രാർത്ഥനകൾ പോലും അവനെതിരായി പ്രാർത്ഥിച്ചത് സ്വഹാബത്തിൻ്റെ നടപടിക്രമങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, റമദാൻ നോമ്പെടുക്കുമ്പോൾ പകൽ മുഴുവൻ പട്ടിണി കിടക്കുന്നു, രാത്രി ദീർഘമായി നിസ്കരിക്കുന്നു, പുണ്യകർമ്മങ്ങൾ ധാരാളമായി വർദ്ധിപ്പിക്കുന്നു, ദാനധർമ്മങ്ങൾ നൽകുന്നു, ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യുന്നു, ദിക്റുകൾ, ദുആകൾ വർദ്ധിപ്പിക്കുന്നു. ഇങ്ങനെ തിന്മയിൽ നിന്ന് മാറി നിന്ന് നന്മകൾ ധാരാളമായി വർദ്ധിപ്പിക്കുമ്പോൾ ഇതൊക്കെ സ്വീകരിക്കപ്പെടണമെങ്കിൽ ഇതെല്ലാം സ്ഥാപിക്കപ്പെടുന്ന അടിസ്ഥാനമേതോ ആ അടിസ്ഥാനം ശരിയാവണം. എത്ര വലിയ കെട്ടിടമാണെങ്കിലും അടിത്തറ, ഫൗണ്ടേഷൻ ഭദ്രമല്ലെങ്കിൽ ആ കെട്ടിടം തകർന്നു വീഴുമല്ലോ. എങ്കിൽ ഇസ്ലാമിൻ്റെ അടിത്തറ തൗഹീദാണ്. ഈ പറയപ്പെട്ട തൗഹീദിൽ ഒരു കോട്ടം സംഭവിച്ചാൽ, അതിൽ ഭംഗം വന്നാൽ, ആ അടിത്തറയിൽ സ്ഥാപിതമാകുന്ന ഒരു നന്മയും സ്വീകാര്യമാവുകയില്ല. ജീവനാണ് തൗഹീദ്. ജീവൻ പോയാൽ എല്ലാം പോയല്ലോ. എത്ര ആരോഗ്യമുള്ളവനാണെങ്കിലും, ഒരു അസുഖമില്ലാത്തവനാണെങ്കിലും, കയ്യും കണ്ണും കാതും കാലും എല്ലാം കൃത്യമാണെങ്കിലും ജീവൻ എപ്പോൾ നഷ്ടമാകുന്നുവോ അതോടുകൂടി അതെല്ലാം ഉപകാരമില്ലാതായി ഉപയോഗശൂന്യമായി മാറുന്നു. അതെല്ലാം ചീഞ്ഞു നാറി ഒന്നിനും പറ്റാത്തതായി പിന്നീട് ഉപേക്ഷിക്കേണ്ടി വരുന്നു. എങ്കിൽ ഇസ്ലാമിലെ ജീവൻ തൗഹീദാണ്. ആ തൗഹീദിൽ ഭംഗം വന്നാൽ, ഷിർക്ക് കലർന്നാൽ അതോട് എല്ലാം തകർന്ന് പോയി എന്നാണ്. വിശുദ്ധ ഖുർആൻ 39 അധ്യായം സുമറിലെ 65 വചനം കാണാം. ലൈൻ അഷ്റക്ത ലയഹ്ബത്തന്ന അമലുക, ഷിർക്ക് സംഭവിച്ചാൽ നിന്റെ എല്ലാ കർമ്മങ്ങളും അതോടുകൂടി നിഷ്ഫലമായി പോകുമെന്നാണ് പ്രവാചകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു തആല അവിടെ താക്കീത് നൽകുന്നത്. ഷിർക്ക് സംഭവിച്ചാൽ ഈ എല്ലാ അമലും ബാത്തിലായി പോകും എന്നർത്ഥം. ഗൗരവമായി നാം അതിനെ കാണുക. അതുകൊണ്ട് റമദാനിൽ ഒരു വീണ്ടും വിചാരം, ഒരു ആത്മപരിശോധനയ്ക്ക് നാം തയ്യാറാവുക. എൻ്റെ വിശ്വാസം എന്താണ്? പടച്ച റബ്ബിനെക്കുറിച്ച് എൻ്റെ ബോധ്യം എന്താണ്? ആ റബ്ബിനോട് തുല്യപ്പെടുത്തുന്ന വല്ല പണിയും ഞാൻ ചെയ്യാറുണ്ടോ? ഏതെങ്കിലും മരിച്ചുപോയ മഹാന്മാരെ, മറ്റുള്ളവരെ റബ്ബിനോട് തുല്യപ്പെടുത്തുന്ന സംസാരങ്ങൾ, പദപ്രയോഗങ്ങളെങ്കിലും വരാറുണ്ടോ? അവരും ലോകത്തെ നിന്ന് വിളിച്ചാലും കേൾക്കുമെന്ന്, എല്ലാം കാണുമെന്ന്, എല്ലാം അറിയുമെന്ന് ഞാൻ വിചാരിക്കാറുണ്ടോ, വിശ്വസിക്കാറുണ്ടോ? എങ്കിൽ എൻ്റെ എല്ലാം നിഷ്ഫലമായി മാറും എന്ന തിരിച്ചറിവോടുകൂടി വിശ്വാസം ശരിയാക്കി തൗഹീദ് ഉറപ്പിച്ചുകൊണ്ട് റബ്ബിൽ അചഞ്ചലമായ വിശ്വാസമുണ്ടായിക്കൊണ്ട് നല്ല മുവഹിദായി ജീവിക്കുവാൻ, റമദാനിനെ ആ നിലക്ക് ഉപയോഗപ്പെടുത്തുവാൻ, ജീവിതകാലം മുഴുവനും തൗഹീദിൽ അധിഷ്ഠിതമായി ജീവിക്കുവാൻ നാം പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നാം ചെയ്യുന്ന എല്ലാ അമലുകളും അല്ലാഹു തആല കബൂലാക്കുമാറാവട്ടെ. സംഭവിച്ചു പോയ അബദ്ധങ്ങൾ പടച്ച റബ്ബ് മാപ്പാക്കി തരുമാറാവട്ടെ.
ബറക്കല്ലാഹു ഫീന ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.